ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. റോമാലേഖനം 9-ാം അധ്യായം അതിൻ്റെ 9 മുതലുള്ള ഭാഗങ്ങളിൽ ഈ സമയത്തേക്ക് ഞാൻ വരും, അപ്പോൾ സാറായ്ക്ക് ഒരു മകനുണ്ടാകും എന്നല്ലോ വാഗ്ദത്ത വചനം. അത്രയുമല്ല, റിബേക്കായും നമ്മുടെ പിതാവായ ഇസഹാക്ക് എന്ന ഏകനാൽ ഗർഭം ധരിച്ചു. കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുമ്പേ തെരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയം പ്രവർത്തികൾ നിമിത്തമല്ല, വിളിച്ചവൻ്റെ ഇഷ്ടം നിമിത്തം തന്നെ വരേണ്ടതിന് മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന് അവളോട് അരുൾ ചെയ്തു. ഞാൻ യാക്കോബിനെ സ്നേഹിച്ച് ഏശാവിനെ ദേഷിച്ചിരിക്കുന്നു എന്നെഴുതിയിരിക്കുന്നുവല്ലോ. എന്നെ കേൾക്കുന്ന പ്രിയരെ, വളരെ ശ്രദ്ധേയമായ ഒരു ദൈവവചനമാണ്. അവിടെ പറയുന്നു, ഈ സമയത്തേക്ക് ഞാൻ വരും, അപ്പോൾ സാറ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. അടുത്ത ഭാഗം പറയുകയാണ്, റിബേക്കായും അങ്ങനെ തന്നെ ഇസഹാക്ക് എന്ന ഏകനാൽ ഗർഭം ധരിച്ചു. അടുത്ത് പറയുകയാണ്, കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് ഗുണമാകട്ടെ ദോഷമാകട്ടെ അവർ ജനിക്കുന്നതിന് മുന്നമേ ദൈവത്തിൻ്റെ നിർണയം. വളരെ ശ്രദ്ധേയമാണ് പ്രിയരെ. യാക്കോബ്, ഏശാവ് രണ്ടുപേരും വാഗ്ദത്വമല്ലേ? രണ്ടും ഒരു ഉദരത്തിൽ നിന്ന് പുറത്തു വന്നതല്ലേ? രണ്ടും ഒരപ്പനിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതല്ലേ? അങ്ങനെയെങ്കിൽ രണ്ടും വാഗ്ദത്വമാകണ്ടേ? വചനം എന്താ പറയുന്നത്? ജനിക്കുന്നതിന് മുമ്പേ അവർ ചെയ്യുന്നത് ഗുണമാകട്ടെ ദോഷമാകട്ടെ എന്ന് തിരിച്ചറിയുന്നതിന് മുന്നമേ പ്രവർത്തികളല്ല, ദൈവനിർണയം എന്ന് വെച്ചാൽ വിളിച്ചവൻ്റെ ഇഷ്ടം നിമിത്തം തന്നെ എന്ന് വരേണ്ടതിന് ദൈവം യാക്കോബിനെ സ്നേഹിച്ചിട്ട് ഏശാവിനെ ദോഷിച്ചു. നമുക്ക് ഒരു വിളി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അർഹതയില്ലാതെ കിട്ടിയൊരു ദാനമാണ്. അതാണ് പൗലോസ് റോമ സഭയോട് പറയുന്നത്. ഇത് ജഡപ്രകാരമുള്ള എൻ്റെ സഹോദരന്മാർക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരു വെളിപ്പാട് ദൈവം എൻ്റെ ഉള്ളിൽ നിക്ഷേപിച്ച് എന്നെ വിളിച്ച് വേർതിരിച്ചത്. ഇതുപോലൊരു മഹത്വം വേറെ ഇല്ല എന്ന് അപ്പോസ്തലൻ പറയുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ തിരിച്ചറിയുക, ഇത് അനേകർ കേൾക്കാതിരിക്കുകയും നിങ്ങൾ കേൾക്കുകയും ചെയ്യുമ്പോൾ ഒന്നുറപ്പിക്കുക, യാക്കോബിനെ സ്നേഹിച്ചതുപോലെ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ഏശാവിനെ ദ്വേഷിച്ചതുപോലെ തള്ളപ്പെട്ടൊരു കൂട്ടരാണെങ്കിൽ നിങ്ങളിത് കേൾക്കത്തില്ല. ഇത് കേൾക്കുന്നു എങ്കിൽ നിശ്ചയമായിട്ടും വിളി നിങ്ങളുടെ മേൽ കിടക്കുന്നു എന്നുള്ള. അതാ പറയുന്നത്, ദൈവത്തിൻ്റെ നിർണയം. ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ, ഇത് അർഹതയില്ലാതെ കിട്ടുന്നൊരു വിളിയാണ്. ഇതൊരു തെരഞ്ഞെടുപ്പാണ്. ഒരു ഉദരത്തിൽ നിന്ന് വന്ന 2 തലമുറയിൽ ഒന്നിനെ ദൈവം വാഗ്ദത്തത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ നിർണയമാണ് സകലത്. ലഭിച്ച ആ ഭാഗ്യത്തെ ഈ സന്ദേശം കേൾക്കുമ്പോൾ ഇത് എനിക്കും എൻ്റെ കുടുംബത്തിനും ഒരു നന്മയെന്നെണ്ണി ഇതിനെ മുറുകെ പിടിച്ച് ഈ ക്രിസ്തുവിനോട് ചേർന്ന് ശാപഗ്രസ്തനാകാതെ അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കാൻ. ക്രിസ്തുവിനോട് ചേരാത്തത് ശാപഗ്രസ്തത്തിലേക്ക് പോകുമ്പോൾ, ക്രിസ്തുവിനോട് ചേരുന്നത് അനുഗ്രഹത്തിലേക്ക് പോകുമെന്ന് വചനം പറയുമ്പോൾ അതിനെ മുറുകെ പിടിച്ച് ഈ മഹത് ഭാഗ്യത്തെ തിരിച്ചറിഞ്ഞ് വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. God bless you.